ഗൽവാനിൽ രൂക്ഷമായതാണ് ഇന്ത്യ ചൈന തമ്മിലുള്ള അകൽച്ച. പിന്നീട് ഒരിക്കലും ആ അകൽച്ച മാറി അടുപ്പമാകുമെന്ന് ആരും കരുതിയതേയില്ല. പക്ഷേ ഈ അകൽച്ച കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും പുതിയ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. മറ്റാരുമല്ല, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ട് ചൈനയിലേക്ക് എത്തുകയാണ്. അതും ചൈനീസ് സർക്കാരിൻ്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച്. അമേരിക്ക പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് അത്തരമൊരു മഞ്ഞുരുക്കൽ അത്യാവശ്യമാണ്. ചൈനയ്ക്കുള്ള താരിഫുകൾ ഇരട്ടിയാക്കി US ചൈനയെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ചൈനയ്ക്കും ഇത്തരമൊരു തണുപ്പിക്കൽ ആവശ്യം. യൂറേഷ്യൻ കൂട്ടായ്മയായ SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ അതിഥിയായിട്ടാണ്, അവിടെ കൂട്ടായ്മയിലേക്കാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക് എത്തുക. അടുത്ത ആഴ്ച ചൈനയിലെ ചിങ്ഡോണിൽ രാജ്നാഥ് സിംഗ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. അതുമാത്രമല്ല ലക്ഷ്യം, ചൈനീസ് പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഭരണകൂടത്തിലെ പ്രമുഖ നേതാക്കളുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. 2020 ഗൽവാൻ സംഘർഷമുണ്ടായ ശേഷം ചൈനയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്നാഥ് സിംഗിൻ്റെ ആദ്യത്തെ ഒരു വിദേശ മിഷനാണ്. ഗൽവാൻ സംഘർഷത്തെ തുടർന്നാണ് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളായത്. അതിന് സൈനികപരമായ ഒരു പരിഹാരം മിലിറ്ററി കമാൻഡർമാർ തമ്മിൽ തീരുമാനമായിരുന്നു. അപ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും ഗൽവാൻ അതിർത്തിയിൽ നിന്നും നിയന്ത്രണ രേഖയ്ക്കുള്ളിലേക്ക് തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ച് മാതൃകയും കാട്ടിയിരുന്നു. അങ്ങനെ അത്ര ഊഷ്മളമല്ലെങ്കിലും സംഘർഷഭരിതമല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ നിലവിൽ ഇന്ത്യ ചൈന ബന്ധം കടന്നു പോകുന്നത്. നയതന്ത്ര തലത്തിൽ പരസ്പരം വാക്കുതർക്കങ്ങളില്ല, പോരടിക്കലില്ല. അങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈനയോ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യയോ ഇടപെടുന്നില്ല. പാകിസ്ഥാന് ആയുധം വിൽപ്പന നടത്തുന്നത് ഒഴിച്ചാൽ. പക്ഷേ അത് ചൈനയുടെ സ്വന്തം ആഭ്യന്തര കാര്യമാണെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. അപ്പോൾ ട്രേഡ് അടക്കമുള്ള യാത്രാ മേഖലയടക്കമുള്ള ഇന്ത്യ ചൈന പരസ്പര സഹകരണം വീണ്ടും ഉറപ്പാക്കാനാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് അങ്ങോട്ടേക്ക് പോകുന്നത്. പാകിസ്ഥാനെ മറികടന്ന് ചൈനയുമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. പാകിസ്ഥാനി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ഈ കൂട്ടായ്മയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ മറികടക്കാനുള്ള രാജ്നാഥ് സിംഗിൻ്റെ നീക്കങ്ങൾ വളരെ നിർണായകമാകും, തന്ത്രപരമാകും. 2024 526 വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സന്നദ്ധതകളാണ് ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചത്. അതിൽ 124 എണ്ണത്തിന് ഇന്ത്യ അംഗീകാരം നൽകി. 200 എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം അന്തിമ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷം ചൈന ഇന്ത്യയിലേക്കുള്ള റെഡ് എർത്ത് മാഗ്നറ്റിൻ്റെ കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തു. ചൈന മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഈ കയറ്റുമതിയും കുറച്ചിരുന്നു. കാരണം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ചൈനയുടെ ഒരു ബിസിനസ് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ചൈന അത് കുറച്ചത്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ EV മോട്ടോർ വ്യവസായം, ഇലക്ട്രോണിക് വ്യവസായം, മോട്ടോറുകൾ നിർമ്മിക്കുന്നതിലെ ഒക്കെ നിർണായക ഘടകമായ ഈ റെഡ് എർത്ത് മാഗ്നറ്റ് ഇന്ത്യക്ക് ലഭിക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. ഇതിന് പരിഹാരം കാണാൻ $350 മില്യൺ റെഡ് എർത്ത് ഉൽപ്പാദന ഒരു സംരംഭത്തിന് ഇന്ത്യ രൂപം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. അതുപോലെ തന്നെ മിക്ക ആസിയൻ രാജ്യങ്ങളുമായി ചൈനയ്ക്ക് തർക്കങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഈ ആസിയൻ രാജ്യങ്ങളും ചൈനയുമായി വ്യാപാര ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ലോക മാർക്കറ്റിൽ ഒരുമിച്ച് മത്സരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. രണ്ടുപേരുടെയും ഏതാണ്ട് ഒരേ ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിൽ ഒരുപോലെ വ്യാപാരത്തിലെത്തുന്നു. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരത്തിലൊരു കരാറിലെത്തിയാൽ, ഒരു ധാരണയിലെത്തിയാൽ ഈയൊരു തരത്തിൽ ലോകശക്തിയായി മാറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചൈനയുടെ ഉദ്യോഗസ്ഥലത്തിലും ഇത്തരമൊരു ചർച്ചകൾ നടന്നിരുന്നു. ഇന്ത്യ ചൈന ഉദ്യോഗസ്ഥ ചർച്ചകൾ പുരോഗമിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിന് ഈയൊരു യോഗത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചതും രാജ്നാഥ് സിംഗ് അതിന് ചെല്ലുന്നതും. ഈ മത്സരം ഒഴിവാക്കുക, വ്യാപാര മത്സരം ഒഴിവാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇന്ത്യ ചൈന വ്യാപാര ബന്ധം വീണ്ടും ശക്തമായി പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്.